ഹോശാന 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 ഹോശാന. ഓശാന ഞായറിൻ്റെ സ്തുതിയും പുകഴ്ചയും ജയവിളികളുമായി നല്ല നാഥനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട്, സ്വാഗതം ചെയ്തുകൊണ്ട് വചനാമൃതം ആരംഭിക്കുകയായി. ഏവർക്കും സ്വാഗതം. ജീവനേകും വചനം വചനാമൃതം. വരാനിരിക്കുന്ന രാജാവ്. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. സിയോൻ പുത്രി, അതിയായി ആനന്ദിക്കുക. ജെറുസലേം പുത്രി, ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രൈമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും. പടവിൽ ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയുമായിരിക്കും. സിയോൻ പുത്രി, അതിയായി ആനന്ദിക്കുക. ജെറുസലേം പുത്രി, ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. വാനവദായകർ നിരനിരയായി കിന്നര വീണകൾ മീട്ടിമുതാ ഏകസ്വരത്തിൽ പാടുകയായി സർവേശ്വരനിന്നോശാന. വാനവദായകർ നിരനിരയായി കിന്നര വീണകൾ മീട്ടിമുതാ ഏകസ്വരത്തിൽ പാടുകയായി സർവേശ്വരനിന്നോശാന. ഓശാന 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 ഓശാന. ജെറൂസലേമിലേക്ക് രാജകീയ പ്രവേശനം. അവർ ജെറൂസലേമിനെ സമീപിക്കവേ ഒലിവ് മലക്കരികെയുള്ള ബഫ്കഗയിലെത്തി. അപ്പോൾ യേശു തൻ്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ച് അയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്.
സിയോൻ പുത്രിയോട് പറയുക, ഇതാ ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു, ദാവീദിന്റെ പുത്രന് ഹോസാന! കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ! ഉന്നതങ്ങളിൽ ഹോസാന! ദാവീദിന്റെ പുത്രന് ഹോസാന! കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ! ഉന്നതങ്ങളിൽ ഹോസാന! ഈ പോർഷൻ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ഓരോ കാര്യങ്ങളും വളരെ വ്യത്യസ്തമാണ്. ജനനം മുതൽ നമ്മൾ ചിന്തിക്കാത്തതിനപ്പുറം കാലത്തൊഴുത്ത്, സഞ്ചരിക്കാൻ കഴുത, എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമാണല്ലേ. ലോകം നോക്കുമ്പോൾ വളരെ മണ്ടത്തരം എന്ന് തോന്നും. ജോബിന് എന്താണ് ഇതുമായിട്ട് ഒരാശയം തോന്നുന്നത്? ഇപ്പം പണ്ട് ഈ നമ്മുടെ ഓശാന ഞായറാഴ്ചയുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ചെറുപ്പത്തിൽ ഈ കുരുത്തോല മേടിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മുടെ അച്ഛൻ പള്ളിയിൽ കയറുന്നതിന് മുമ്പ് ജസ്റ്റ് പുറത്ത് നമ്മുടെ സ്കൂളിൻ്റെ അവിടുന്ന് ഈ ഓല വെഞ്ചിരിച്ച് തരും. അന്നേരം ഏറ്റവും വലിയ തമാശ, ഏറ്റവും നീളം കൂടിയ ഓല മേടിക്കാനാണ് ഞങ്ങളെല്ലാം പിള്ളേരങ്ങനെ മത്സരിക്കും. ഈ നീളം കൂടിയ ഓല കിട്ടും. അപ്പം പിന്നെ മത്സരമാണ്. പള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും നീളമുള്ള ഓല ഏതാണെന്നാണ് മത്സരം. പിന്നെ അടുത്തത് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ ആദ്യം മത്സരിക്കും. അപ്പോൾ അതിലൊരാൾ ഫിക്സ് ചെയ്യും, ഇതാണ് ഏറ്റവും നീളം കൂടുതലുള്ള ഓല. അടുത്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ ഇതിങ്ങനെ എത്ര ഹൈറ്റ് കൂടുന്നോ ഓലയ്ക്ക് അതിന് വളവുണ്ട്. ഇത് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ തലയപ്പത്തുണ്ട്. അപ്പോൾ ഇതൊരു തമാശയായിട്ടാണ് ആദ്യം തോന്നിയത്. പക്ഷെ പിന്നീട് ഈ ഓശാന ഞായറാഴ്ചത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഇപ്പം ലിജോച്ചേട്ടൻ പറഞ്ഞതുപോലെ വിനയാന്വിതനായ ഈശോ അത്രയും മഹത്വവും അത്രയും അറിവും ജ്ഞാനവും ഉള്ള ഈശോ കാണിച്ചു തന്നൊരു മാതൃക. ഏറ്റവും വിനയാന്വിതനായി കഴുതയുടെ പുറത്ത് രാജാവായി എഴുന്നള്ളി വരുന്നു. പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും പ്രകൃതി നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അടയാളമാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ സംഭവം. ഏറ്റവും നീളം കൂടുതലുള്ള ഓലയ്ക്ക് എപ്പോഴും ഒരു വളമുണ്ട്. അതൊരിക്കലും മുകളിലോട്ട് പോകാറില്ല, അതിങ്ങനെ വളഞ്ഞു നിൽക്കും. അതേപ്പറ്റി ചിന്തിച്ചാൽ നിസ്സാരമായ കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും പ്രകൃതി പോലും ദൈവം പഠിപ്പിച്ച, ദൈവം കാണിച്ചു തന്ന മാതൃക ഉൾക്കൊള്ളുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ്, ഉയർന്നു നിൽക്കാതെ ഒരു കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു മനോഭാവം അല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. വചനം തന്നെയുണ്ടല്ലോ അല്ലേ, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനയത്തോടെ ആയിരിക്കണം. അതെ അതെ. എന്നാൽ നമ്മുടെ ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ പലപ്പോഴും ഉള്ള ഒരു പ്രവണത മറ്റൊരു വ്യക്തിയെ ചവിട്ടി താഴ്ത്താനാണ്. എങ്ങനെ എനിക്ക് ഒന്നാമതാകാം, എങ്ങനെ എനിക്ക് ആ വ്യക്തിയെ മറികടക്കാം, എങ്ങനെ എനിക്ക് അതിന് മുൻപേ അവിടെ ചെന്നെത്താം, കീഴ്പ്പെടുത്താം. ഈ ദിവസം ഈ ഒരു ഓർമ്മ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു ചൂണ്ടുവരലാണ്. ഓശാന ഞായർക്ക് നമ്മൾ പാടുന്ന ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞത് നമ്മുടെ ജയ് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു പാട്ടുണ്ട്. അത് ചെറുപ്പം വരെ കേട്ടിട്ടുള്ളത് ഭയങ്കര സന്തോഷമാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു മാർച്ച് പോലെയാണ്, എല്ലാവരും ഇങ്ങനെ പ്രൊക്ലെയിം ചെയ്തുകൊണ്ട് പാടുന്ന പാട്ട്. നമുക്കത് പാടാം. ജസ്റ്റ് ഞാൻ പാടിത്തരാം. ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ഓശാന ഓശാന. കർത്താവിൻ പൂജിത നാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടാം. വിണ്ണിൻ പൂവേദിയിലോശാന ദാവീദിൻ സൂനുവിനോശാന ഓശാന
ഓശാന ഓശാന. ബാലകരും തീർത്ഥകരും നാഥനു ജയഗാനം പാടുന്നു. പുതുമലരും തളിരിലയും നാഥനു ജയഗാനം പാടുന്നു. നാഥനു ജയഗാനം പാടുന്നു. ഓശാന ഓശാന. ജയവിളിയാൽ ചില്ലകൾ ഉണരുന്നു, പാതകളിൽ തോരണമിളകുന്നു. ദൈവസുതൻ വിനയ വിരാജിതനായി അണയുന്നു നഗര കവാടത്തിൽ. ഓശാന ഓശാന. വിണ്ടലവും ഭൂതലവും മംഗളഗീതിയിൽ മുഴുകുന്നു. വാനവരും മാനവരും നൂതന സന്തോഷം നുകരുന്നു. നൂതന സന്തോഷം നുകരുന്നു. ഓശാന ഓശാന. വിണ്ണുരയലാഴിയലങ്കൃതമായി നീലിമയലംബരവീതികളും കാനനവും കാഞ്ചന പൂവനവും നാദനു സൗരഭ്യം പകരുന്നു. ഓശാന 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 ഓശാന. ഈ കുരുത്തോലയെ പറ്റി പറയുമ്പോൾ വെളിപാട് പുസ്തകത്തിലൊരു പോർഷനുണ്ട്. യോഹന്നാൻ ഇങ്ങനെ വെളിപാട് കാണിക്കുകയാണ്. വിശുദ്ധരുടെ പ്രതിഫലം എന്നാണ് അവിടെ ഹെഡിങ് പറഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്തൊരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ള അങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുൻപിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്ന് ആ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ, ആമേൻ. മറ്റൊരു ഭാഗത്ത് കാണുന്നുണ്ട് വലിയ സഹനത്തിൽ നിന്ന് വന്നവർ. ജോബിൻ പറഞ്ഞതുപോലെ നമുക്ക് പള്ളിയിലൊരു ഓപ്ഷൻ ഉണ്ട് കുരുത്തോല മേടിക്കാൻ. ഇവിടെ കുരുത്തോല കൈകളിൽ എന്തൊരു പ്രത്യേകത, വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവരും സഹനത്തിൽ നിന്ന് വന്നവരും ഒക്കെയാണ്. മുകളിൽ ചെല്ലുമ്പോൾ ഈ കുരുത്തോല കിട്ടണമെങ്കിൽ നമ്മുടെ സഹനങ്ങൾ പാഴാക്കാതെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കുമ്പോൾ സകല മഹത്വം, അവസാന ഭാഗം വായിച്ചതുപോലെ എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കാൻ ഇപ്പോൾ എല്ലാ സഹനത്തിൻ്റെ സമയങ്ങളിലും നമ്മുടെ ഒരു പഴയ പാട്ടുണ്ടല്ലോ, ബലവാനായ ദൈവമേ പരിശുദ്ധൻ, അല്ലേ? അത് കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ആലപിക്കാം. ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ, കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ, ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ, കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ. നമുക്കെല്ലാത്തിനും ആശ്രയിക്കാൻ ബലവാനായ ഒരു ദൈവമുണ്ട്.
ആ ദൈവം കരുതി വെച്ച ഒരു പദ്ധതിയിൽ ഒരു സംശയമില്ലാതെ പൂർണ്ണമായും അങ്ങ് വിട്ടുകൊടുത്താൽ മതി. അതിന് ഒരു തുടക്കമാകട്ടെ ഈ കുരുത്തോല കൈകളിലേന്തി നാം സ്വീകരിക്കുന്ന, നാം അനുവർത്തിക്കുന്ന നമ്മുടെ വിശ്വാസം. കാരണം ഈ കുരുത്തോല സഹനത്തിൻ്റെയും ഈ സഹനം വഴി വരാനിരിക്കുന്ന വലിയ മഹത്വത്തിൻ്റെയും ഒരു അടയാളമായി മാറേണ്ടതാണ്. നാം ഓരോരുത്തരും ഈ ഉയർന്നു നിൽക്കുന്ന കുരുത്തോല പോലെ അങ്ങ് ഉയരത്തിൽ നമ്മുടെ ജീവിതം കൊണ്ടും ദൈവം ദാനമായി നൽകിയ കഴിവുകൾ കൊണ്ടും എന്നും നല്ല ദൈവത്തിന് സ്തുതിയും പുകഴ്ചയും ആരാധനയും ജയവേളികളും കൊടുക്കാനായി വിളിക്കപ്പെട്ടവരാകട്ടെ. ജീവിതത്തിൽ എന്നും തമ്പുരാനെ മുറുക്കെ പിടിച്ചുകൊണ്ട് ജയ് വിളിച്ചുകൊണ്ട്